അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് സ്വർഗം നേടിത്തരുന്ന സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ തുടക്കം മുതൽ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 96 ആയത്തുകൾ കഴിഞ്ഞ 51 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 52ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ആയത്തുകളാണ്. 97, 98, 99 ആയത്തുകൾ. 3 ആയത്തുകളാണെങ്കിലും വളരെ ചെറിയ ആയത്തുകളാണ്. അതുപോലെ തന്നെ ചില പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൽ കാര്യമായി പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 ആയത്ത് എന്ന നിലക്ക് എടുക്കുന്നത്. നമ്മൾ നേരെ തുടങ്ങാം. ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒന്ന് ഓതി അതിനുശേഷം ഇന്ന് പഠിക്കാനുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധയോട് കൂടിയിരിക്കുക. കൂടെ ഓതാൻ നോക്കണേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر ألف سنة وما هو بمزحزحه
وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. അൽഹംദുലില്ലാ, നമ്മൾ 96 ആയത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 97, 98, 99 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? ആദ്യം നമുക്ക് സാധാരണ ചെയ്യാറുള്ളത് പോലെ നമുക്കൊന്ന് ഓതി നോക്കാം. അതിനുശേഷം അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും കൂടെ ഓതാൻ നോക്കണം. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. ഓക്കെ, അപ്പോൾ 99 ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞത്. ഇനി നമ്മൾ ഇതിന്റെ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയാം. എല്ലാവരും കൂടെ ഓതാൻ നോക്കണം. ആദ്യം കുൽ എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. കാല കുൽ എന്നുള്ളത് ഖാഫാണ്, അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതുപോലെ തന്നെ അദുവൻ, അദുവൽ ലിജിബിരില, ലി എന്നുള്ളത് പൊതുവെ എന്ത് ചെയ്യില്ല വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കാതെ അദുവൻ അദുവൽ ജിബിരില എന്ന് പറയും. അദുവൽ എന്നല്ല, അദുവൻ ലി ജിബിരില എന്നാണ്. ലി എന്നാണ്, അൽ എന്നല്ല. അവിടെ അലിഫുണ്ട് ലാമുണ്ട്, പക്ഷെ അലിഫ്ലാം അല്ല അവിടെ. അദുവൻ എന്നുള്ളതിന്റെ അലിഫാണ് അവിടെ വന്നിട്ടുള്ളത്. ലി ജിബിരില എന്നുള്ളത് വേറെ വാക്കാണ്. അപ്പൊ അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله بإذن الله بإذن الله ബിഇസിനില്ല എന്നല്ല, ബിഇസിനി അല്ല. ചില ആൾക്കാരുണ്ട് അങ്ങനെ ബിഇസിനി എന്ന് പറഞ്ഞു. ഇസിനി അല്ല, ബിഇസ്നില്ല, ദാലാണ്. فإنه نزله على قلبك بإذن الله فإنه نزله على قلبك بإذن الله
മുസദ്ദിഖൻ ലിമാ ബൈന യദൈ. മുസദ്ദിഖൻ നമ്മളിതിനു മുമ്പ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് മുസദ്ദിഖ് എന്നുള്ള പ്രയോഗം. തൊട്ടു മുമ്പുള്ള രണ്ടായത്തിന് മുമ്പ് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ. وهدى وبشرى للمؤمنين. ഒന്നുകൂടി. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله. مصدقا لما بين يديك. وهدى وبشرى للمؤمنين. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അതിന്റെ അർത്ഥങ്ങളിലേക്ക് വരികയാണ്. നമ്മളിതിന് മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവര് വാദിച്ച വാദങ്ങളും അവരുടെ അവരുടെ പിന്നെ അള്ളാഹുവിനോടുള്ള എതിർപ്പുകളൊക്കെ പറഞ്ഞു. അപ്പൊ അതില് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരിലൂടെ പല നിയമങ്ങളും അവരിലേക്ക് കൊണ്ടുവരുമ്പോ ആ പ്രവാചകനെ മാത്രമല്ല, ആരാണോ ആ നിയമങ്ങളുമായി കടന്നു വരുന്നത് ആ ജിബ്രീലിനോട് വരെ അവർക്ക് വിരോധമായിരുന്നു. കാരണം ജിബ്രീൽ വന്നതുകൊണ്ടാണല്ലോ പുതിയ നിയമങ്ങൾ വന്നത്. ആ നിയമങ്ങൾ വരുമ്പോഴാണല്ലോ ഞങ്ങൾ അത് ചെയ്യേണ്ടത്. അങ്ങനെ ജിബ്രീൽ വന്നിട്ടില്ലെങ്കിൽ നിയമം വരൂല, നിയമമില്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാലോ എന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കുൽ എന്ന് പറഞ്ഞാൽ നബിയെ പറയുക. ഇത് നബിയോട് മാത്രമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ആരാണോ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവരോടെല്ലാവരോടുമുള്ള കാര്യമാണ്. കുൽ, നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നബിയെ പറയണം. ആരുടെ വിഷയത്തിൽ? ആരോടാണ് പറയേണ്ടത്? മൻ, ഒരുത്തനോട്. കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആയിന്ന. ഇവിടെ ഒരു മൻ കാന എന്നുള്ളത് ആരെങ്കിലുമാണെങ്കിൽ. മൻ ആരാണ്, കാന ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലുമാണെങ്കിൽ. അദുവൻ, ശത്രുവാണെങ്കിൽ. അദുവ് എന്ന് പറഞ്ഞാൽ ശത്രുന. അദുവ്, ശത്രു. മൻ കാന അദുവൻ, ആരെങ്കിലും ശത്രുവാണെങ്കിൽ. ലി ജിബിരീല, ജിബിരീലിന് ശത്രുവാകാം. ജിബിരീലിന്റെ വിഷയത്തിൽ ആരാണോ ശത്രുവാണെങ്കിൽ ഫഇന്നഹു നസ്സലഹു, അപ്പോൾ ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, നസ്സലഹു, അദ്ദേഹത്തിന് അവതരിപ്പിച്ചു. അതിനെ അവതരിപ്പിച്ചു, അഥവാ ഖുർആനിനെ അദ്ദേഹത്തിന് അവതരിപ്പിച്ചു. എന്തിന്? അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തിനു വേണ്ടി? ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ആ വാചകം മുഴുവനായിട്ട് മനസ്സിലാക്കുക. ഒരു ചെറിയൊരു കെട്ടിക്കുടുക്ക് പോലെ നമുക്ക് തോന്നാം, കാരണം ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ നിങ്ങൾ പറയണം, ഖുർആൻ എത്തിച്ചു തരുന്ന ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. ആ വാചകം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുൽ, നബിയെ പറയുക, മൻ കാന അദുവൻ, ആരെങ്കിലും ശത്രുവായി കാണുന്നു, ജിബ്രീലിനെ കാണുന്നുവെങ്കിൽ, അഥവാ ഖുർആൻ എത്തിച്ചു തരുന്ന
വഹി എത്തിച്ചു തരുന്ന വഹിന്റെ വാഹകനായ ജിബ്രീലിനെ ആരെങ്കിലും ശത്രുവായി കാണുന്നുവെങ്കിൽ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫഇന്നഹു, നിശ്ചയമായും അദ്ദേഹം അഥവാ ജിബ്രീല്, നസ്സലഹു, ആ ഖുർആനിനെ അവതരിപ്പിക്കാണ്, അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിൽ, ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് ഇറക്കി തരുക മാത്രമേ ജിബ്രീല് ചെയ്യുന്നുള്ളൂ. ഇത് ഏൽപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആരാണ് ഓതിക്കൊടുക്കുന്നത്? അത് പ്രവാചകനാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രവാചകനിലേക്ക് എത്തിക്കുക എന്ന ഒരു മെസ്സഞ്ചർ, ഒരു ദൂതന്റെ ഡ്യൂട്ടി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? റെഡി? ഇനി പറയേണ്ടതില്ലല്ലോ? ഇനി അത് വിശദീകരിക്കണോ? ആ ആ വാക്ക് ഇനി പറയേണ്ടതില്ലല്ലോ? അതിന്റെ വിശദീകരണം നമുക്ക് പറയാം, വേണ്ട? ഓക്കെ. അപ്പോ ആരാണോ ജിബിരിലിനോട് ശത്രുത വെക്കുന്നത്, ഈ ശത്രുത വെക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ജൂതന്മാരിൽപ്പെട്ടവർ തന്നെയാണ്. അവർക്കാണ് ജിബിരിൽ അലൈഹിസ്സലാമിനോട്, അഥവാ ഗബ്രിയേൽ മാലാക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗബ്രിയേൽ മാലാകയോട് അങ്ങേറ്റത്തെ വിരോധമായിരുന്നു. കാരണം അദ്ദേഹമാണ് വഹി എത്തിച്ചു കൊടുക്കുന്നത്, അദ്ദേഹമാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്, അദ്ദേഹമാണ് അവരുടെ പല തോന്നിവാസങ്ങളും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞയക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത വെക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോട് അള്ളാഹ് പറയാണ്, അദ്ദേഹം എന്താണോ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത്, ആ ഏൽപ്പിച്ച അള്ളാഹുവിന്റെ ഖുർആനാകുന്ന അവതരണമാകുന്ന ഒന്നിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിലേക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എത്തിക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അത് ഏതെങ്കിലും ഒരു അഭിപ്രായമല്ല വരുന്നത്. ഖുർആൻ എന്ന് പറയുമ്പോൾ അത് സ്വന്തമായി ജിബ്രീലിന്റെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന അഭിപ്രായമല്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോന്നിയതുപോലെ പറയുന്നതല്ല. മറിച്ച് മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതാണ്. ലിമാ ബൈന യദൈഹി, മുമ്പ് കഴിഞ്ഞു പോയത്. ബൈന യദൈ, മുമ്പിലുള്ളത് എന്ന് പറയില്ലേ, അഥവാ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയത് എന്താണോ ആ മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നതായ വിശുദ്ധ ഖുർആനാണ്. അത് മാത്രമല്ല, വഹുദൻ, അതൊരു മാർഗദർശനമാണ്. വബുഷ്റ, അതൊരു സന്തോഷ വാർത്തയുമാണ്. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസദ്ദിഖാണ്, ഹുദയാണ്, ബുഷ്റയാണ് സത്യവിശ്വാസികൾക്ക്. മുസദ്ദിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാചകത്തെയല്ല, മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും ശരിവെക്കുന്ന, സത്യപ്പെടുത്തുന്നതാണ്. അതൊക്കെ ശരിയാണെന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ. അത് മാത്രമല്ല, വഹുദൻ, അതൊരു മാർഗദർശനമാണ്, വഴികാട്ടിയാണ്. വബുഷ്റ, വബുഷ്റ, അത് സന്തോഷ വാർത്തയാണ്. ബുഷ്റ, ആ പ്രയോഗത്തിന്റെ അർത്ഥം സന്തോഷ വാർത്ത. ബുഷ്റ, ബഷീർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബുഷ്റ, സന്തോഷ വാർത്ത. ഇവിടെ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, വിശുദ്ധ ഖുർആനിൽ ഒരു സന്തോഷ വാർത്തയെ കുറിച്ച് പറയുന്നുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവർക്ക്, അഥവാ പണ്ടുണ്ടായിരുന്ന ജാഹിലിയത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തുകൊണ്ട്? ഉൻസ, അവർക്ക് പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചാൽ, വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കദീം, അവരുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരുണ്ട്, ആകെ കറുത്തിരണ്ട്, ആകെ ഒരു നിരാശയുള്ള ആളുകളായിട്ട് അവർ മാറും. അഥവാ അവർ പ്രതീക്ഷിച്ചത് ആൺകുട്ടികളെയായിരുന്നു, പക്ഷെ കിട്ടിയത് പെൺകുട്ടികളെയാണ്. പെൺകുട്ടി ജനിക്കുക എന്നുള്ളത് ഒരു അപമാനമായി അവർ കണ്ടിരുന്നു. അവരുടെ കവികൾ പാടിയിരുന്നു അത്. കാരണം ഒരാണാണെങ്കിൽ നിനക്കെപ്പോഴും അവൻ സഹായിയായിട്ടുണ്ടാകും, പെണ്ണാണെങ്കിലോ ആ പെണ്ണിനെ മറ്റുള്ളവർ എന്താണ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നൊരവസ്ഥ. നിനക്കൊരു സഹായിയായി, നിന്റെ യുദ്ധത്തിൽ സഹായിയാകാനോ അതല്ലെങ്കിൽ നിന്നെ സംരക്ഷിക്കാനോ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഒരു പക്ഷേ അവളെ വെച്ചുകൊണ്ട് നിന്നോട് വിലപേശുന്നൊരവസ്ഥ വരെ ഉണ്ടാകും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? പെൺകുട്ടി ജനിക്കുന്നത് മോശമായി കാണുകയും
ജീവനോടുകൂടി ആ കുട്ടിയെ കുഴിച്ചു മൂടുകയൊക്കെ ചെയ്തത്. എല്ലാവരും അല്ല കേട്ടോ, ചില ഗോത്രങ്ങൾ. എല്ലാ ഗോത്രങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, ചില ഗോത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കുൽ, നബിയെ പറയുക, മൻ കാന അദുവൻ ലി ജിബ്രീല, ആരാണോ ജിബ്രീലിനോട് ശത്രുത വെക്കുന്നത്, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാ, അദ്ദേഹം ഖുർആൻ എത്തിച്ചു തരിക, താങ്കളുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ ഖുർആൻ അവതരിപ്പിക്കുക എന്നത് മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതായിക്കൊണ്ടും, വഹുദൻ, അതൊരു നേർമാർഗമായി വഴികാട്ടുന്നതായിക്കൊണ്ടും, വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായി കൊണ്ടാണ് ഈ ഖുർആനിന്റെ അവതരണമുണ്ട്. ആയത്ത് മനസ്സിലായിട്ടുണ്ടോ? ആയത്ത് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിന്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞാൽ പോരെ? ആയത്ത് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി. എന്നാൽ എന്താണ് ഇനി ഈ ആയത്തിൽ പറയുന്നത്? ഇവിടെ പറഞ്ഞ ഒരു പേരാണ് ജിബ്രീൽ. നമുക്ക് എല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു മലക്കിന്റെ പേരാണ് ജിബ്രീൽ. മലക്ക് എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ലേ? മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ നമ്മളെ ക്ലാസ്സിൽ തന്നെയാണോ പറഞ്ഞത്? മലക്കുകൾ ഉണ്ട്, ഓർമ്മ ഉണ്ടോ? ഉണ്ട് ഉണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മലക്കുകൾ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആദം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുമ്പോഴൊക്കെ മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ആ മലക്കുകളിൽ പ്രധാനിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളിൽ പ്രധാനിയാണ് ജിബ്രീൽ. ജിബ്രീലിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വഹി എത്തിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ജനതകളെ നശിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു സമൂഹം പ്രശ്നക്കാരാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ നശിപ്പിക്കാനായി ഏൽപ്പിക്കാറുള്ളതും ജിബ്രീലിനെയാണ്. അപ്പൊ രണ്ട് ഡ്യൂട്ടിയാണ് ജിബ്രീലിനുള്ളത്. ഒന്ന്, എല്ലാ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചു കൊടുക്കുക. എല്ലാ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റസൂലായിട്ടുള്ള നൂഹ് നബി അലൈഹി സ്വലാം മുതൽ അവസാനത്തെ റസൂലായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ നൂറ്റാണ്ടുകളോളം മുഴുവൻ ആളുകൾക്കും വഹി എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ജിബ്രീൽ അലൈഹി സ്വലാമിനാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്ര കാലം ജീവിതമുണ്ടോ? ഉണ്ട്. എന്നാൽ മലക്കുകൾക്ക് മരണമില്ലേ? ഉണ്ട്, അതുണ്ട്. എപ്പോ? അത് അള്ളാഹു വിചാരിക്കുമ്പോഴാണ്, അള്ളാഹു തീരുമാനിക്കുമ്പോഴാണ്. ഓക്കെ, നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ജിബ്രീൽ അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേര് ജിബ്രീൽ എന്നുള്ളത് ജബ്രയേൽ എന്നുള്ള പ്രയോഗവും വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ജിബ്രീല്, ജബ്രയേൽ, ജബ്രായേൽ, ഇതൊക്കെ ജിബ്രീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നതാണ്. എന്താണ് ജിബ്രീൽ എന്ന വാക്കിന്റെ അർത്ഥം? ഹീബ്രു ഭാഷയിൽ ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ്, ഈൽ ഹീബ്രു ഭാഷയിൽ. അതുകൊണ്ടാണ് ഇസ്രായേൽ, മീകായേൽ, ഇസ്രാഫീൽ, അതിൽ ഈൽ തന്നെ പ്രയോഗം വരുന്നത്. ഇസ്രാഫ് ഈൽ രൂപത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം. അതേപോലെ തന്നെ ജിബിരി ഈൽ, ജിബിരി ഈൽ, ഈ രൂപത്തിലാണ് വരുന്നത്. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ്. ഹീബ്രു ഭാഷയിലാണ്, ഹീബ്രു ഭാഷയിൽ ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു. ജിബർ എന്ന് പറഞ്ഞാൽ അബ്ദ് എന്നാണ്. അപ്പോ ജിബ്രി ഈൽ, ജിബർ ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ, അബ്ദുള്ള എന്നുള്ള അർത്ഥമാണ്. അള്ളാഹിന്റെ അടിമയാണ് ജിബ്രീൽ. മനസ്സിലാവുണ്ടോ? ഈ ഒരു തരത്തിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ജബർ എന്ന് പറഞ്ഞാൽ? എന്താണ് അറബി ഭാഷയിൽ ജബർ എന്ന് പറഞ്ഞാൽ? കരുത്തുള്ളത് എന്നാണ്. ശക്തൻ, കരുത്തുള്ളത് എന്നുള്ള പ്രയോഗമുണ്ട്. അത് ആ ഒരു പേരിനോട് അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ തന്നെയാണ് ജിബ്രീലും. അദ്ദേഹം നല്ല കരുത്തനായിരുന്നു. അത് വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കരുത്തിനെ കുറിച്ചും ദൂ ഖുവ്വത്തിൻ എന്നുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ദൂ ഖുവ്വത്തിൻ ഫസ്തവ എന്ന് പറയുന്ന ആ ഒരു ആയത്തിൽ ഈ ഖുവ്വത്ത് ഉള്ള, ശക്തിയുള്ളവൻ എന്നുള്ള പ്രയോഗം അത് ജിബ്രീലിനെ കുറിച്ചാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ജിബ്രീൽ, ജബ്രയേൽ, ജബ്രായേൽ എന്നൊക്കെ പേരുള്ളത് പോലെ തന്നെ റൂഹുൽ അമീൻ എന്ന പേരുണ്ട്. റൂഹുൽ അമീൻ.
അതുപോലെ തന്നെ റൂഹുൽ ഖുദ്സ്, റൂഹുൽ അമീൻ എന്നുണ്ട്, റൂഹുൽ ഖുദ്സ്. റൂഹുൽ ഖുദ്സ് എന്ന ഒരു പേരും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനുണ്ട്. അർ റൂഹ് എന്ന് പറയുന്നതും ജിബ്രീൽ തന്നെയാണ്. അർ റൂഹ് ഒക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലെ? നമ്മൾ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതല്ലാത്ത പേരുകളും ഞാൻ പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വ്യത്യസ്തമായ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ജിബ്രീല്, ജബ്രായീല്, ജബ്രായീല്, റൂഹുൽ അമീന്, റൂഹുൽ ഖുദ്സ്, അർ റൂഹ്. ഈ പേരുകളൊക്കെ എന്താണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വലിയ ഒരു പ്രത്യേകത, മലക്കുകളിലെ ഒന്നാമൻ ആണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. അതെന്തുകൊണ്ടാണ് ഒന്നാമൻ എന്ന് പറയുന്നത്? പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ സ്ഥാനമാണ്, ഒന്നാം സ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുൽ മുഖറബ്, അള്ളാഹുവിന്റെ സമീപസ്ഥൻ എന്നുള്ള നിലക്കാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ജിബ്രീലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതല്ല, ജിബ്രീൽ അലൈഹി സ്വലാമിനെയാണ് ആദ്യമായി മലക്കുകളിൽ സൃഷ്ടിച്ചത് എന്ന നിലക്കാണ്. എന്നിങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീലിന് കൊടുത്ത സ്ഥാനം അറിയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗ നരകങ്ങൾ സൃഷ്ടിച്ചിട്ട് അത് ആദ്യം വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണെന്നുള്ളത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും. അള്ളാഹു സ്വർഗ നരകങ്ങൾ സൃഷ്ടിച്ചു. ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗവും നരകവും സൃഷ്ടിച്ചപ്പോൾ അർസല ജിബ്രീല ഇലൽ ജന്ന, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. നമ്മളെല്ലാവരും ആ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെ, പറഞ്ഞിട്ടില്ല? ഇത് വീണ്ടും വിശദീകരിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, പറഞ്ഞതാണ് അല്ലെ. സ്വർഗവും നരകവും പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് സ്വർഗം പോയി കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വർഗം കണ്ടിട്ട് അള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ആ സ്വർഗത്തിന്റെ സുഖങ്ങൾ കാണുന്ന എല്ലാ അടിമകളും ഇതിൽ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിന് ചുറ്റും എന്ത് ചെയ്തു, മക്കാരിമുകൾ, പ്രയാസങ്ങൾ വിതറിയതാണ്. അതായത് ആ പ്രയാസം സഹിക്കാതെ ഒരാൾക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റൂല. സ്വർഗത്തിന്റെ ചുറ്റും പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ തരണം ചെയ്തിട്ട് മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇത്രയേറെ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് നിന്റെ അടിമകൾ ആരെങ്കിലും സ്വർഗത്തിൽ എത്തുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ നരകം പോയി കണ്ടു. നരകത്തിന്റെ ഭയാനകതയൊക്കെ കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. നിന്റെ അടിമകളിൽ ഒരാളും നരകത്തിലെത്തൂല, കാരണം അത്രയും ഭയാനകമാണ് ഇതിന്റെ അവസ്ഥ. ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ ചുറ്റും ഷഹവാത്തുകൾ വിതറിനാണ്. ഷഹവാത്തുകൾ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ, മനുഷ്യന് ഇച്ഛയുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ താല്പര്യങ്ങൾ. അപ്പൊ അത് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയും ചെയ്തു, ആ ദേഹേച്ഛകൾ ഒഴിവാക്കിയിട്ട്, മനുഷ്യന്റെ താല്പര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരാളെ ഇന്ന് രക്ഷപ്പെടൂല. ആ താല്പര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിച്ച് അയാൾ എന്ത് ചെയ്യും, നേരെ നരകത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ തന്നെയാണ് ഉണ്ടാവുക എന്ന നിലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിച്ചിട്ട് അതാദ്യം കാണിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ഇനി ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മനുഷ്യരൂപത്തിൽ വരാറുള്ളത് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിയുടെ രൂപത്തിലാണെന്ന്. ദിഹിയ ബിൻ ഖലീഫ അൽ കൽബി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ദിഹിയ ബിൻ ഖലീഫ അൽ കൽബി, കെൽബ് ഗോത്രക്കാരനാണ്. കെൽബ് എന്ന് പറഞ്ഞാൽ ശരിക്കും നായ എന്നാണല്ലോ, പക്ഷെ അതൊരു ഗോത്രത്തിന്റെ പേരാണ്. അത് ഒരു മോശമാക്കിയിട്ട് പറയാനല്ല, അതിനൊക്കെ ചില ചരിത്രങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പിന്നെ കെൽബ് ഗോത്രമുണ്ട്, അതേപോലെ അൻഫുന്നാക്ക എന്നുണ്ട്. അൻഫുന്നാക്ക ഒരു ഗോത്രത്തിന്റെ പേരാണ്. എന്താണ് അൻഫുന്നാക്ക എന്ന് പറഞ്ഞാൽ? പിന്നെ ഈ ഒട്ടകത്തിന്റെ മൂക്കുന്ന. അതിപ്പോ നമ്മളെ നാട്ടിലുണ്ട്, അങ്ങനത്തെ കുറെ പേരുകൾ ഉണ്ടാവും. ഓരോ തൊടിയും ഇപ്പോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഓരോ കുന്നും, പിന്നെ അല്ലെ, നമ്മളൊക്കെ വീട്ടുപേരൊന്നും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ആ പേര് ചില ആൾക്കാര്, ഞാൻ ഓരോരുത്തരുടെ പേര് പറയണമെന്നില്ല, നമ്മുടെ കുടുംബ പേരൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താ വെച്ചാൽ അതിലേക്കുള്ള പല ഇതുകളും ഉണ്ടാകും. ഇതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന ആളുകളിലെ
ഒരു ഇതാണ് കെൽബ് ഗോത്രം എന്നുള്ളത്, ഒരു ഗോത്രത്തിന്റെ പേരാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വരുമ്പോൾ അത് ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ് വരാറുള്ളത്. ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ നബി ഇങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സ്വഹാബി വനിതകൾ കണ്ടിട്ടുണ്ട്, അഥവാ നബിയുടെ ഭാര്യമാർ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. അവർ വിചാരിച്ചത് ദിഹിയാണെന്നാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി പ്രസംഗിക്കുമ്പോഴാണ് മനസ്സിലായത് അത് ആരായിരുന്നു, ജിബ്രീലായിരുന്നു എന്നുള്ളത് അവർക്ക് പോലും മനസ്സിലായത്. ഓക്കെ, ഇനി ഇവിടെ എന്തുകൊണ്ട് ഈ ജൂതന്മാര് ജിബ്രീലിനോട് ശത്രുത വെച്ചു? അതിന്റെ ഉത്തരം ഈ വാചകത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ നിയമങ്ങളാവട്ടെ, നിർദ്ദേശങ്ങളാവട്ടെ, താക്കീതുകളാവട്ടെ എല്ലാം അത് പറഞ്ഞയക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, പിന്നെ നമ്മളോട് ചില നിയമങ്ങൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞയച്ച ആളേക്കാൾ കൂടുതൽ ആ വരുന്ന ആള്, ആ ചെങ്ങായി വരുന്നുണ്ട് ആ നിയമം കൊണ്ട്, അല്ലെങ്കിൽ ആ ചെങ്ങായി വരുന്നുണ്ട് പുതിയ എന്തോ പിന്നെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ തോന്നുന്നു അല്ലെ, ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ജൂതന്മാരായ ആളുകൾക്ക് ജിബ്രീലിനോട് വിരോധം. ജിബ്രീലിനോട് വിരോധം എന്നാൽ ജിബ്രീലിനോട് മാത്രം ഒതുങ്ങുന്നതല്ല. ജിബ്രീൽ ഏതൊരു നിയമവുമായിട്ടാണോ വരുന്നത്, ആ നിയമത്തോടും ആ നിയമം കൊണ്ടുവരുന്ന ജിബ്രീലിനോടും ആ നിയമം ജിബ്രീലിനെ ഏൽപ്പിച്ച അള്ളാഹിനോടും എല്ലാം അവർക്ക് എന്തുണ്ടായിരുന്നു, വിരോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജിബ്രീലിനോട് ദേഷ്യം വെച്ചപ്പോ, ജിബ്രീലിനെ അവർ ശത്രുവായി കണ്ടപ്പോ, അള്ളാഹു അവരെയും ശത്രുവായി കാണുന്നുണ്ട്. ജിബ്രീലിനോട് ഒരാൾ ശത്രുത വെക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനോട് ശത്രുത വെക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അവര് ജിബ്രീലിനോട് വിരോധം വെച്ചപ്പോ അള്ളാഹ് അതിന് മറുപടി കൊടുത്തു. അള്ളാഹു ആണ് മറുപടി എടുക്കുന്നത്, ജിബ്രീലല്ല. എന്നോട് ഇങ്ങനെ ആൾക്കാർ പറയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ജിബ്രീലിൽ നിന്ന് കരഞ്ഞിട്ടില്ല, അള്ളാഹു ആണ് എന്ത് ചെയ്യണത്, അതിന് മറുപടി കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞൊരു വാചകം, കുൽ മൻ കാന അദുവ്വൻ ലി ജിബ്രീല എന്ന് തുടങ്ങുന്ന വാചകം നമുക്ക് മനസ്സിലായി. എന്നിട്ട് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് അവതരിപ്പിക്കുന്നത്, ഖുർആൻ ഇറക്കുന്നത് നബിയുടെ കൽബിലേക്കാണ്. ഇലാ കൽബിക്ക എന്ന് പറഞ്ഞല്ലോ, താങ്കളുടെ ഹൃദയത്തിലേക്കാണ് അവതരിപ്പിച്ചത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് പ്രവാചകന്റെ കൽബിലേക്കാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അലാ കൽബിക്ക എന്നുള്ള പ്രയോഗം പറയുന്നത് മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിലല്ല, അവരുടെ കൈകളിലാണ് ഇറങ്ങിയത്. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി അലൈഹിസ്സലാമക്ക് 2 ചട്ടക്കുള്ളിലാകുന്ന രൂപത്തിൽ പലകയിലായിട്ടാണ് എന്ത് ചെയ്തത്, അതിങ്ങോട്ട് കയ്യിൽ കൊടുക്കുക ചെയ്തേ, അത് വാങ്ങിയിട്ട് വന്നതാ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം കൽബിലേക്ക് ഇറക്കി കൊടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ കൈകളിലാണ് ഇറക്കി കൊടുത്തത്. എന്താണ് കൈകളിലേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിന് പ്രാധാന്യം കൊടുത്തത്? ഇവിടൊക്കെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിന്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ അത് കൽബിൽ കൊണ്ടു നടക്കണം. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മുടെ കൈകളിലല്ല, കൽബിലാണ്. അത് എല്ലാ വിശ്വാസികൾക്കും അല്ലെ, ഏതൊരു മുസ്ലിം നോക്കിക്കഴിഞ്ഞാലും മിനിമം സൂറത്തുൽ ഫാത്തിഹയെങ്കിലും അറിയുന്ന ആളുകളായിരിക്കും. ഫാത്തിഹ അറിയില്ലെങ്കിൽ പിന്നെ അവന് മുസ്ലിമായിട്ട് കണക്കാക്കന്നെയല്ല. കാരണം എന്താ, ഓൻ നിസ്കരിക്കാത്ത ആളായിരിക്കും അല്ലെ. ഫാത്തിഹ എന്നുള്ളത് നിസ്കാരത്തിൽ നിർബന്ധമാണല്ലോ, നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാത്തിഹ ചൊല്ലാത്തവർ നിസ്കാരമില്ല. അപ്പോ ഒരു സൂറത്തെങ്കിലും അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഇവിടെ കൽബിലേക്ക് ഇറക്കി എന്നുള്ളത്, ബാക്കി എവിടെയും ഇറക്കാതെ അള്ളാഹു കൽബിലേക്ക് ഇറക്കിയത്, കൽബിൽ നിന്ന് കൽബിലേക്ക് എന്ത് ചെയ്യണം, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ് ഖുർആനിന്റെ അവതരണം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, സമയമെടുത്തുകൊണ്ട് ഖുർആൻ പഠിക്കണം. ഖുർആൻ ഓതാനല്ല പഠിക്കണത്, ഖുർആൻ മനഃപ്പാടമാക്കാൻ അല്ലെ. ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിചയത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഹാഫിള് എന്ന പേരിൽ ഉള്ളവരുണ്ട്. എന്നാൽ ബൈബിള് മുഴുവൻ മനഃപ്പാടമാക്കിയ എത്ര ആളുകൾ ഉണ്ടാവും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ബൈബിള് മുഴുവൻ മനഃപ്പാടമാക്കിയ ആളെ? ഉണ്ടാവില്ല. രാമായണം മുഴുവൻ മനഃപ്പാടമാക്കിയവരില്ല. അതേപോലെ തന്നെ മഹാഭാരതം മനഃപ്പാടമാക്കിയവരില്ല.
ഇങ്ങനെ മറ്റേത് വേദഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത് മുഴുവൻ മനഃപ്പാടമാക്കിയവർ വളരെ ചുരുക്കമായിരിക്കും. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഇല്ല എന്ന് മാത്രമാണോ, അവർക്ക് അത് മുഴുവൻ വേണ്ട. ഏതെങ്കിലും ഒരു അധ്യായം, ഒരു വാചകമല്ല, ഒരു വാചകമല്ല, ഒരു അധ്യായം എടുത്തിട്ട് ആ അധ്യായത്തിന്റെ മുഴുവൻ മനഃപ്പാടമാക്കിയവർ തന്നെ ചുരുക്കമായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ മുസ്ലിമീങ്ങളിലോ അത് കൂടുതലാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് കേവലം വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മനഃപ്പാടമാക്കാൻ കൂടിയുള്ളതാണ്. അത് കൽബിലേക്ക് ഇറക്കേണ്ടതാണ്. ഈ ലോകത്ത് എല്ലാ ഏകാധിപതികളും കൂടി, അല്ലെങ്കിൽ രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ കൂടി തീരുമാനിക്കാണ് ഈ ലോകത്തൊരു മതവും വേണ്ട, എല്ലാ മതഗ്രന്ഥങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, കരിച്ചു കളയാം, എല്ലാം കരിച്ചു കളയാം തീരുമാനിച്ചു. ഒരു സമയം വെച്ചു. എല്ലാവരും ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, അവരുടെ എല്ലാവരുടെയും വീടുകളിലുള്ള വേദഗ്രന്ഥങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് കരിച്ചു കളയണം. എല്ലാ ആപ്പുകളും ഡിലീറ്റ് ചെയ്യണം. എല്ലാ ഫോണുകളിൽ നിന്നും അതെല്ലാം ഡിലീറ്റ് ചെയ്യണം. എല്ലാം ഒഴിവാക്കിപ്പിച്ച തീരുമാനമായി. അങ്ങനെ ചെയ്തു. എല്ലാ വേദഗ്രന്ഥങ്ങളും കരിച്ചു. എല്ലാ ആപ്പുകളും ഡിലീറ്റ് ചെയ്തു. എല്ലാ സോഫ്റ്റ്വെയറുകളും ഇല്ലാതാക്കി. എല്ലാ PDF-കളും ഇല്ലാതാക്കി. എല്ലാം ഒഴിവാക്കി. എന്നാൽ മറ്റു വേദഗ്രന്ഥങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, അതേപോലെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയൂല, വിശുദ്ധ ഖുർആൻ ഒഴികെ. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുക എന്നുള്ളത് വളരെ ലളിതമാണ്. കാരണം എന്താ, നമ്മുടെ ഓരോ നാട്ടിലും കുടുംബത്തിലും ഉണ്ടാകും വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയ ആളുകൾ. എത്രയോ ആളുകളുണ്ട്. അവർക്ക് വീണ്ടും ഒരു ഇന്ന പാലക്കാടുള്ള ആൾക്കാർ ഒന്നാമത്തെ ജുസ് ഉണ്ടാക്കുക, കോഴിക്കോടുള്ളവര് രണ്ടാമത്തെ ജുസ്, മലപ്പുറമുള്ളവര് മൂന്നാമത്തെ ജുസ്, എറണാകുളത്തുള്ളവര് നാലാമത്തെ ജുസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എത്രയോ പെട്ടെന്ന്. വേണ്ട, പാലക്കാട് തന്നെയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ആഫിളായ ആളുകളൊക്കെ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും? നമ്മുടെ കുടുംബത്തിൽ എത്ര എങ്ങാനും ആൾക്കാരുണ്ട് അല്ലെ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ മക്കൾ എത്ര പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതേപോലെ വീണ്ടും അത് എഴുതപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രയാസകരമേ അല്ല. കാരണം വിശുദ്ധ ഖുർആൻ കൽബിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. കൽബിലേക്കാണ്. അത് കേവലം ഒരു പലകയിലേക്കോ അല്ലെങ്കിൽ വേറൊന്നിലേക്കോ അല്ല. മനസ്സിലാവുണ്ടോ? അതാണ് ഖുർആനിന്റെ പ്രത്യേകത. അതാണ് ഈ ഖുർആനിനെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാത്തതാണ് ഈ ഉമ്മത്തിന് വന്ന വലിയ അപജയം എന്ന് വേണമെങ്കിൽ പറയാം. ഖുർആൻ അറിയില്ല, ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ ആശയം അറിയില്ല, ഒന്നും അറിയില്ല, എന്നാൽ പഠിക്കാനോട്ട് താല്പര്യമില്ല. ദുനിയാവിന് വേണ്ടി ഓടി 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 ഓടിപ്പോണ്ട്. എന്നാ വല്ലതും കിട്ടിയോ? ഒന്നുമില്ല. പറച്ചിലെന്താ? ഒന്നും ആവണില്ല, ഒന്നും ആവില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബ കേട്ടിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 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 ഹദീസ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ആ ഒരു ഹദീസിന്റെ ഒരു ആകത്തുക മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, ഇത് ഒരു എല്ലാവരും ശ്രദ്ധിച്ചോളിയും, എത്രത്തോളം ഇതിനെന്തുണ്ട്, പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ആരെങ്കിലും പരലോകമാണ് ലക്ഷ്യമാക്കിയതെങ്കിൽ, ഓന്റെ ലക്ഷ്യം മുഴുവൻ പരലോകമാണ്, അവന്റെ ഏറ്റവും വലിയ ചിന്ത പരലോകത്തിന്റെ കാര്യമാണ്. പരലോകം പരലോകം പരലോകം, ഇതാണ് അവന്റെ ചിന്തയെങ്കിൽ ജഅലല്ലാഹു ഗിനാഉ ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽബിൽ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നറിയോ, ഒരു ഐശ്വര്യം നൽകിക്കൊണ്ടിരിക്കും. ഐശ്വര്യം നൽകും. അത് മാത്രമല്ല വജമഅ ലഹു ശംലഹു, ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിച്ചു കൊടുക്കുന്ന, വജമഅ ലഹു ശംലഹു, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു അവനിങ്ങനെ ഒരുമിപ്പിച്ചു കൊടുക്കും. സംഭവം ഓരോന്നും അകന്നകന്ന് പോയതായിരിക്കും, പക്ഷെ ഓന് പരലോകം ലക്ഷ്യമാക്കിയാൽ അള്ളാഹ് എന്ത് ചെയ്യും, അതൊക്കെ ഒരുമിപ്പിച്ച് 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 കൊടുക്കും. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ആ ദുനിയാവ് അവന്റെ പിന്നാലെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വരും. ഓൻ ദുനിയാവിന്റെ പിന്നാലെ പോണ്ട, ഓൻ പരലോകം ലക്ഷ്യമാക്കി പോയാൽ ദുനിയാവ് ഓന്റെ പിന്നാലെ വരും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു
ആഴത്തിലുള്ളൊരു വാക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. ഇനി അതിന്റെ ബാക്കിയും കൂടി കേട്ടോ. വമൻ കാനത്ത് ദുനിയ ഹമ്മഹു, ആരെങ്കിലും ഈ ദുനിയാവാണ് ഓന്റെ ഏറ്റവും വലിയ ചിന്ത, ഓന്റെ സംസാരത്തിൽ മുഴുവൻ ദുനിയാവിനെ കുറിച്ച്, അവളുടെ ഇടപെടൽ മുഴുവൻ ദുനിയാവിനെ കുറിച്ച്, ദുനിയാവല്ലാത്ത മറ്റൊന്നുമില്ല. ആരോട് സംസാരിക്കുകയാണെങ്കിലും ആരോട് ഇടപെടുകയാണെങ്കിലും എങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, മക്കളുടെ കാര്യം, അല്ലെങ്കിൽ നാടിന്റെ കാര്യം, സ്വർണത്തിന്റെ കാര്യം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപകരണങ്ങളുടെ കാര്യം, ഇങ്ങനെ ദുനിയാവ് 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 ഇങ്ങനെയാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അള്ളാഹു ദാരിദ്ര്യത്തെ വെച്ചു. സുബ്ഹാനല്ലാഹ്. രണ്ട് കണ്ണുകൾക്കിടന്റെ അതിന്റെ മുന്നിൽ അള്ളാഹു ദാരിദ്ര്യം വെച്ചു കൊടുക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നോക്കുന്നത് മുഴുവൻ ദാരിദ്ര്യക്കാരൻ, എവിടെ തൊട്ടാലും അവര് നഷ്ടമായിരിക്കും, എവിടെ തൊട്ടാലും നഷ്ടം, എപ്പോഴും പ്രയാസങ്ങൾ, എല്ലാത്തിലും നഷ്ടം നഷ്ടം നഷ്ടം. എന്നിട്ടോ അവന്റെ കാര്യങ്ങളൊക്കെ അകന്നകന്ന് പോകും. ഒക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാകും, പക്ഷെ ഒന്ന് അവിടേക്ക് പോയി, ഇവിടേക്ക് പോയി, അപ്പുറത്തേക്ക് പോയി, അപ്പുറത്തേക്ക്, കാര്യം മുഴുവൻ. എത്ര അവൻ ഒരുമിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ അവനിൽ നിന്ന് മിസ്സായി കൊണ്ടിരിക്കും. അവൻ ദുനിയാവിന് വേണ്ടി കൂട്ടി വെക്കണം, പക്ഷെ ഒന്നും ഓനക്ക് ഉപകാരം ഉണ്ടാവില്ല. ഓ റെഡിയാക്കി വെച്ചു, അപ്പോഴേക്കും അത് കുട്ടിക്ക് അസുഖം വന്നു, ആ പൈസ അവിടെ പോയി. ദുനിയാവ് വീണ്ടും കൂട്ടി വെച്ചു, അപ്പോഴേക്ക് എന്ത് ചെയ്തു? വീടിന്റെ എന്തൊരു പരിക്ക് വന്നു, അവിടെ ശരിയാക്കി. പിന്നെ വീണ്ടും ആക്കി, അപ്പോഴേക്ക് വാപ്പാക്ക് അസുഖമായി. ഇങ്ങനെ എന്ത് ചെയ്തു വെച്ചാല് അവന്റെ കാര്യങ്ങളൊക്കെ എന്ത് വെച്ചാൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഓനക്ക്, അല്ലാതെ ഒന്നും ഓനക്കത് കിട്ടൂല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കാണെ, നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നും കിട്ടൂല. എന്നാ പരലോകത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ അള്ളാഹു ധാരാളമായിട്ട് തന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ പരലോകമല്ലാതെ മറ്റൊന്നും വേണ്ട. എനിക്ക് പരിചയമുള്ളവരാണ്, അദ്ദേഹം ദുനിയാവിന് വേണ്ടി ജീവിച്ച ഒരാളല്ല, പരലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആളാണ്. അത് കേവലം ഞാൻ വെറും വാക്കിലല്ല പറയുന്നത്, പലപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ കാലങ്ങളോളം ജീവിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ പടച്ചോൻ തരും, അള്ളാഹു എന്റെ ഖദറിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു പ്രായം കഴിഞ്ഞു, വലിയൊരു പ്രായം കഴിഞ്ഞു, പ്രായമായി, മക്കളായി, പേരമക്കളായി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? അദ്ദേഹം അധ്വാനിക്കാതെ തന്നെ, ഞാൻ ആ വാചകം അങ്ങനെ തന്നെ പറയുന്നത്, നേർക്ക് നേരെ അദ്ദേഹം ദുനിയാവിന് വേണ്ടി ഇറങ്ങിയിട്ടേ ഇല്ല. പരലോകത്തിനു വേണ്ടി പണിയെടുത്തപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ അദ്ദേഹത്തിന്റെ അടുക്കൽ അടങ്ങി ഒതുങ്ങി വരിക എന്ന് പറഞ്ഞില്ലേ? ഫഅതതുഹു ദുനിയ, ദുനിയാവ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരും. എങ്ങനെ? വഹിയ റാഗിമ, അതിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ കയറി ഇങ്ങനെ വരും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അള്ളാഹു വീട് കൊടുത്തു, വാഹനം കൊടുത്തു, സാമ്പത്തിക സ്ഥിതി കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നാൽ അദ്ദേഹം അതിനൊന്നും വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. അതാണ് പടച്ചോൻ പറഞ്ഞത് സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം, ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. എങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ നടന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പരിചയം ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിച്ചോളെ, ഞാൻ അയാളുടെ നമ്പർ വരെ തരും. കാരണം അദ്ദേഹം ദുനിയാവിന് വേണ്ടി ഇറങ്ങിയിട്ടില്ല. ഞാൻ ഈ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അതിനൊരു വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓക്കെ, എന്നാലേ 98-ാമത്തെ ആയത്ത് ഒന്ന് വേഗത്തിലാക്കണേ. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി, മൻ കാന, മൻ കാന എന്നാണ്, മൻ കാന അദുവ്വൻ ലില്ലാ, അദുവ്വല്ലാ എന്നല്ല കേട്ടോ, അദുവ്വല്ലാ എന്നല്ല, അദുവ്വൻ ലില്ലാ, ലില്ലാ എന്നുണ്ട്, അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. അദുവ്വൻ ലില്ലാ വമലായികതിഹി, വമലായികതിഹി, ആ മലാ നീട്ടണേ. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി, وملائكته ورسله وجبريل وميكال.
فإن الله عدو للكافرين. عدو للكافرين. للكافرين. فإن الله عدو للكافرين. ഓക്കെ, അർത്ഥം നോക്കുകയാണെ. അർത്ഥം പറയാം. മൻ കാന അദുവല്ലില്ല. മൻ ആരാണ്, കാന ആരെങ്കിലുമായാൽ അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ, അദുവൻ ശത്രുവായി കാണുന്നുവെങ്കിൽ, ആരെ, ലില്ല അള്ളാഹുവിന് ശത്രുവായിട്ട് അവൻ കാണാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവാകാം. വ മലായികതിഹി അവന്റെ മലക്കുകൾക്കും ശത്രുവാകാം. വറുസൂലിഹി അവന്റെ പ്രവാചകന്മാർക്കും ശത്രുവാകാം. വ ജിബിരീല ജിബിരീലിന് ശത്രുവാകാം. വ മീകാല മീകായിലിന് ശത്രുവാകാം. ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഷേധികളുടെ ശത്രുവാണ്. ആരെങ്കിലും അള്ളാഹുവിനെ, ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബിരീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു. ആർക്കെങ്കിലും അള്ളാഹിനോടും മലക്കുകളോടും റസൂലുകളോടും ജിബിരിയിലിനോടും മീക്കായിലോടും, എന്തിനാണ് അവിടെ മലക്കുകൾ പറഞ്ഞിട്ട് പിന്നെ ജിബിരിയിലും മീക്കായിലും പറഞ്ഞത്? അത് അവരുടെ സ്ഥാനമാണ്. മലക്കുകൾ എന്നുള്ളത് പൊതുവായി പറഞ്ഞ് പിന്നെ ജിബിരിയിലും പിന്നെ മീക്കായിലും. എല്ലാ മക്കളും വന്നു, ആ മൂത്ത മോനും വന്നു എന്നൊക്കെ പറയില്ലേ, ആ പ്രയോഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? എല്ലാ മക്കളും വന്നു, മൂത്ത മോനും മൂത്ത മോളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും എന്നുള്ളതിൽ തന്നെ പെട്ടു. പക്ഷെ മൂത്ത മോനും മൂത്ത മോളും എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകത, അവരെന്തോ ഒരു സ്ഥാനം, അവർക്കൊരു പ്രത്യേകത പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പറയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, അള്ളാഹുവിനോടും അവന്റെ മലക്കുകളോടും അവന്റെ പ്രവാചകന്മാരോടും ജിബിരീലിനോടും മീകായിലിനോടും ഒക്കെ ആരെങ്കിലും ശത്രുവാണെങ്കിൽ തീർച്ചയായും ആ ശത്രുവിന്റെ, ആ കാഫിറിന്റെ അല്ലെങ്കിൽ സത്യനിഷേധിയുടെ ശത്രു അള്ളാഹു എന്ത് ചെയ്യാണ്? അവരോടും ശത്രുതയിൽ തന്നെയാണ്. ആയത്ത് ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, അതിന് വിശദീകരിക്കേണ്ടതില്ലല്ലോ അത്. ഇനി അതിന്റെ അർത്ഥങ്ങൾ പറയാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശത്രുതയുള്ള 5 വിഭാഗം, 5 നിലക്ക് അള്ളാഹു ശത്രുതയിലാണെന്ന്. 5 നിലക്ക് അള്ളാഹു ശത്രുവാണ്. അള്ളാഹു വെറുതെ ശത്രുവാകല്ല. അള്ളാഹു വെറുതെ ശത്രുവാകല്ല. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോട് ശത്രുത വെച്ചത് കാരണത്താലാണ് അള്ളാഹു അവരോട് ശത്രുത. എന്തുകൊണ്ട് കാഫിറിനോട് അള്ളാഹുവിന് ശത്രുത എന്ന് ചോദിച്ചാൽ, അവർ അള്ളാഹിനോട് ശത്രുത വെച്ചു. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കുന്നില്ല. അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ അവരനുസരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു അവരോട് ശത്രുതയിലാകും. അതേപോലെ തന്നെ മലക്കുകളോട് ശത്രുത എന്തുകൊണ്ടാ? മലക്കുകളോട് ശത്രുത അവര് മലക്കുകളെ ശത്രുവായി കണ്ടു, പ്രവാചകന്മാരെ ശത്രുവായി കണ്ടു, ജിബ്രീലിനെ ശത്രുവായി കണ്ടു, മീകായിലിനെ ശത്രുവായി കണ്ടു. ഇങ്ങനെ ഇവരിൽ ആരെങ്കിലും ശത്രുത വെച്ചാൽ അവരോടൊക്കെ അള്ളാഹു എന്താണ്? ശത്രുത വെക്കുക. ഇനി ആ ശത്രുത എന്ന് പറഞ്ഞാൽ ഇവരെ ആരെങ്കിലും ഒരാൾ ശത്രുവായി കാണുകയാണെങ്കിൽ പിന്നെ ഓന്റെ പേര് കാഫിർ എന്നാ. പിന്നെ ഓൻ കാഫിറാണ്. ഒരാൾ പറയാണ്, ഞാൻ അള്ളാഹുലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മലക്കുകളെ പറ്റിയിട്ടില്ല, ഞാൻ മലക്കുകൾ അംഗീകരിക്കൂല, എങ്കിൽ അവൻ കാഫിറാണ്. ഒരാൾ പറയണം, മലക്കുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, മലക്കുകളി ദൂതന്മാര് ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ജിബിരിയിൽ എനിക്ക് പറ്റിയിട്ടില്ല, അതാണ് ഇവര് പറഞ്ഞത്, അവര് കാഫിറാണ്. അവരംഗീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ അവർ കാഫിറാണ്. അതേപോലെ തന്നെ മീകായിൽ അംഗീകരിക്കണില്ലെങ്കിൽ കാഫിറാണ്. എല്ലാ പ്രവാചകന്മാരെയും ഞാൻ അംഗീകരിക്കും, പക്ഷെ ഒരാളെ മാത്രം എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോ എന്താണോ അള്ളാഹ് പറഞ്ഞത് അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം, മലക്കുകളിൽ പൂർണ്ണമായി വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസ കാര്യങ്ങൾ എന്താണോ അതെല്ലാം പൂർണ്ണതയുള്ളവരായിട്ട് മാറണം. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിന്നെ ഈ മലക്കുകളോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ശത്രുത വെക്കുക എന്ന് പറഞ്ഞാൽ അതുകൂടി ചെറിയ രൂപത്തിൽ ഒന്ന് പറയാം.
അള്ളാഹുവിനോട് ശത്രുത വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാതിരിക്കുക, അള്ളാഹു എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് പ്രവർത്തിക്കാം. അത് സ്വാഭാവികമായിട്ട് ശത്രുവാകും അല്ലെ. നമ്മളെ ചില ആൾക്കാരെങ്കിലും പറയില്ലേ, ഓൻ ഇന്നൊരു ശത്രുവായിട്ടാ കാണുന്നേ അറിയും. അതെന്താ? ഓനെ കാണുമ്പോ ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഓനത് ചെയ്യും, ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഓൻ ചെയ്യൂല അല്ലെ. പൊതുവെ മക്കള് മാതാപിതാക്കളുടെ ശത്രുവായി കാണുന്ന ഒരവസ്ഥയിൽ, അങ്ങനത്തെ ഒരു ലോകത്താണല്ലോ നമ്മളുള്ളത്. വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാട്ടോ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ അങ്ങനെ തന്നെയാണ്. രക്ഷിതാക്കൾ വല്ലാത്ത ഭയപ്പാടിലാണ് മക്കളുടെ വിഷയത്തിൽ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അപ്പൊ അള്ളാഹുവിനോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞതിന് വിരുദ്ധമായി ജീവിതമാണ്. മലക്കളോട് ശത്രുത എന്ന് പറഞ്ഞാലോ, മലക്കളിൽ ഒരാളോടോ അല്ലെങ്കിൽ അവരിൽ പൂർണ്ണമായിട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങളോടൊക്കെ ഒരു വിരോധം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവർക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക, അതൊക്കെ എന്താണ്? മലക്കളോട് ശത്രുത ഉള്ളതിന്റെ തുല്യം, മലക്കളെ ശത്രുവായി കാണുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെ ദൂതന്മാരുടെ വിഷയത്തിൽ അങ്ങനെ തന്നെ. പ്രവാചകന്മാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അവരോട് ഇഷ്ടം വെക്കാതിരിക്കുക. നമ്മൾ അവര് പറഞ്ഞ നിയമങ്ങൾ ഇവർ വന്നിട്ടില്ലെങ്കിൽ സമാധാനമായിരുന്നു അല്ലെ. എങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ആ പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്ത് രസമായിരുന്നു, നമുക്ക് എന്തും ചെയ്യാ, എന്തും പറയാ, എന്തും പ്രവർത്തിക്കുക, എങ്ങനെയും ജീവിക്കുക. ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു വന്ന് കുറെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാക്കി, ഇനിയിപ്പോ അതൊക്കെ അനുസരിക്കണ്ടേ അല്ലെ. ആ തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഒരു വിശ്വാസിക്ക് പാടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഒരു പള്ളിയുടെ ഒരു ഭാരവാഹി, ഒരു വിഭാഗത്തിലെ പള്ളി നടത്തുന്ന കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ, അയാൾ പറയാണ് ഇസ്ലാം മതങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, എല്ലാ മതങ്ങളും കണക്ക് തന്നെയാണ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പള്ളി കമ്മിറ്റിപ്പെട്ട ആളത്രത്. ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ വായിച്ചതാണ്. അപ്പൊ അത് ഒരാൾ ടാഗ് ചെയ്തിട്ടാണ് പറയണത്, ഇയാൾ എങ്ങനെയാണ് പള്ളി കമ്മിറ്റിയിൽ പെട്ടത്? ഖുർആൻ പിന്നെ അള്ളാഹും റസൂലും പറഞ്ഞത് എന്താണോ അത് അനുസരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെയാണല്ലോ, നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? പള്ളി കമ്മിറ്റിയുടെ ആളായിട്ട് പള്ളി പരിപാലനത്തിന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇയാളൊക്കെ എങ്ങനെ ഇതിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ കണ്ടു. ഞാനിത് പറയാനുള്ള കാരണം, അള്ളാഹിൽ വിശ്വാസമില്ലാത്ത, പ്രവാചകന്മാരിൽ വിശ്വാസമില്ലാത്ത, മലക്കുകളെ അംഗീകരിക്കാത്ത ആളുകളൊക്കെ എങ്ങനെ ഇതിന്റെ ആളുകളായിട്ട് മാറും? അവരോട് അള്ളാഹു വിരോധത്തിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയുകയാണ്. ഈ മലക്കുകളോട് ശത്രുത വെക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെയാണല്ലോ ഇപ്പൊ ഈ ജിബിരിലിന്റെ മീക്കായിലിന്റെ ഒക്കെ വിഷയം വന്നത്. അപ്പൊ അവിടെ പിന്നെ മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഉള്ളി തിന്ന് പള്ളിയിൽ വരിക എന്നുള്ളത്. അത് ഈ പറയുന്ന രൂപത്തിലുള്ള വലിയ ഉള്ളിയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കപ്പെടണം. ഒരാൾ തിന്നണ്ട എന്നല്ല, അയാളത് തിന്നാം, പക്ഷെ എന്തല്ല, അത് പള്ളിയിലേക്ക് അത് തിന്നിട്ട് വരുന്ന ഒരവസ്ഥ, അതായത് അയാളുടെ വായ ദുർഗന്ധം വരുന്ന രൂപത്തിലുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ ഉപയോഗിക്കാൻ പാടില്ല എന്നത് കൂടി മനസ്സിലാക്കണം. അത് അയാൾ ബോധപൂർവം അത് തിന്ന് അവർക്ക് പിന്നെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലാകാൻ പാടില്ല. അത് മനുഷ്യന്മാർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നൽ മലായികത തഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹുൽ ഇൻസ്. മനുഷ്യർക്ക് എന്താണോ ഉപദ്രവകരമായത് അതൊക്കെ മലക്കുകൾക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു പിന്നെ ദുർഗന്ധമുള്ള ഒരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഇവിടെ സാന്ദർഭികമായിട്ട് പറയാം, എപ്പോഴും സുഗന്ധമുള്ള ഒരു പിന്നെ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ എന്താ പിന്നെ പണിയെടുക്കണ്ടേ, ജോലി ചെയ്യണ്ടേ, അപ്പൊ വിയർക്കൂലേ, അപ്പൊ മണം വരൂലേ? ജോലി എടുക്കണ്ട എന്നോ വിയർക്കാൻ പാടില്ല എന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ കഴിയുന്നതും നമ്മൾ പിന്നെ വിയർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം പോയി കുളിക്കുക. പിന്നെ അവിടെ ഇങ്ങനെ വിയർത്ത് നാറി ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം മലക്കുകളുടെ സാമീപ്യം ഒരു വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ ആ വീട് സുഗന്ധമുള്ളതായിരിക്കണം, ആ സ്ഥലം സുഗന്ധമുള്ളതായിരിക്കണം. നമ്മൾ ചില ചരിത്രത്തിൽ തന്നെ കാണുവാൻ സാധിക്കും, ചില സഹാബിമാരൊക്കെ അവർ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അവർ അവരുടെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ വന്നിട്ട് ആ ഒരു അത്തറെടുത്തുകൊണ്ട് എന്നെ പുരട്ട്, എന്റെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ പുരട്ട്. അപ്പൊ എന്തിനാന്ന് വെച്ചപ്പോ പറയുന്നുണ്ട്, സുഗന്ധം ഇഷ്ടമുള്ള ഒരു വിഭാഗം ഇപ്പം ഇങ്ങോട്ട് വരും. അതാരായിരുന്നു? മലക്കുകളെ പ്രതീക്ഷിക്കണം. അത് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്വഹാബി ആ വാചകം പറയുന്നത്. അപ്പോ അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം?
കുറച്ചൊക്കെ ഒരു സുഗന്ധം ഉപയോഗിക്കുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സമയത്തും സുഗന്ധം ഉപയോഗിക്കാം. നമ്മളെ വീട്ടിലൊക്കെ എന്താ വെച്ചാൽ അത്തറും ഇതൊക്കെ വാങ്ങും, അതവിടെ ഇങ്ങനെ എടുത്തു വെക്കും, എങ്ങോട്ടെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാം. അതല്ല, നമ്മുടെ വീട്ടിലും നമ്മുടെ ഭാര്യന്റെ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്തിരിക്കുമ്പോഴും മക്കളുടെ അടുത്തിരിക്കുമ്പോഴൊക്കെ ആ ഒരു സുഗന്ധം ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് ഒരു പ്രയാസകരമാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കാതിരിക്കലാണ് വേണ്ടത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സുഗന്ധം ഉപയോഗിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകൾ സുഗന്ധമേ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയല്ല, അവർക്കും ഉപയോഗിക്കാം അവരുടെ ഭർത്താവിന്റെ അടുക്കൽ. അതാണ് ഏറ്റവും കൂടുതൽ അവളെ ആസ്വദിക്കേണ്ടതും അവളെ അനുഭവിക്കേണ്ടതും അവരുടെ ഭർത്താവാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഏറ്റവും നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമീപിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ മലക്കുകൾ പ്രവേശിക്കാത്ത ഒരു വീടിനെ കുറിച്ചും റസൂൽ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തദ്ഖുലുൽ മലായിക, മലക്കുകൾ പ്രവേശിക്കൂല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ മലക്കുകളും എന്നല്ല, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല ബൈത്തൻ, ഒരു വീട്ടില്. ഫീഹി, ആ വീട്ടിലുണ്ട് കെൽബുൻ, നായയുള്ള വീട്ടിൽ, വല സൂറത്തുൻ, അതേപോലെ തന്നെ ചിത്രങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ, അല്ലെങ്കിൽ വാപ്പാന്റെ ചിത്രങ്ങൾ വെച്ച, അല്ലെങ്കിൽ വലിയ വലിയ കട്ടൗട്ടുകൾ വെച്ചിട്ടുള്ള, സിനിമാ നടന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള, അതല്ലെങ്കിൽ കുടുംബക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള, മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ വലിയ വലിയ പിന്നെ എന്താ പറയാ ആനയുടെ ചിത്രം അല്ലെങ്കിൽ പക്ഷിയുടെ ചിത്രം ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്, ആ വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കൂല, അഥവാ റഹ്മത്തിന്റെ മലക്കുകൾ. അതേപോലെ തന്നെ നായ വളർത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്, മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ പാടില്ല. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്കൊരു കൃഷിസ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കാൻ കഴിയൂല, ആ കൃഷി പലപ്പോഴും നശിപ്പിക്കപ്പെടുന്നു വല്ല പിന്നെ പന്നിയോ മറ്റോ ഒക്കെ ആയിട്ട്, എങ്കിൽ അവയെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നായനെ വളർത്താം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കന്നുകാലികളുണ്ട്, നമ്മൾ ആ കന്നുകാലിന്റെ അടുത്ത് പോയിട്ടിരിക്കാൻ, രാത്രി അവിടെ കിടക്കാൻ നമുക്ക് കഴിയൂല, എങ്കിൽ ആ കന്നുകാലികളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും മറ്റും, പിന്നെ മറ്റുള്ള കള്ളന്മാരെയോ മറ്റൊക്കെ വരാതിരിക്കാനും, അല്ലെങ്കിൽ അതിന് ആരെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നായനെ വളർത്താം. മൂന്നാമത്തെ കാര്യം, നമുക്ക് വേട്ട നടത്തുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ വേട്ടക്ക് വേണ്ടി പോകുമ്പോൾ നടത്താം. അങ്ങനെയുള്ള പിന്നെ നായകരെ വേട്ടനായ എന്നുള്ള നിലക്ക് വളർത്താം. അതല്ലാതെ നമ്മുടെ വീടിന്റെ കാവലിനെ എന്നുള്ള പേരിൽ പറഞ്ഞുകൊണ്ട് പലരും നായനെ വളർത്തുകയും, അത് ഒന്നാമത്തെ വീട്ടുകാവൽ എന്നുള്ള നിലയ്ക്കില്ല. വേറെ ചില ആളുകളാകട്ടെ ഇന്നതൊരു സ്റ്റൈലാണ്, ഓന് കുറച്ചും കൂടി സോഷ്യലാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടണം. ഓന്റെ വീട്ടില് നായുണ്ട്, ഓർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, ഓരൊക്കെ കുറച്ചും കൂടി ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ പുരോഗമനം ഇസ്ലാമിലില്ല. തോന്നിവാസികൾക്ക് എന്തും ചെയ്യാം, കാരണം എന്താ, ഒരു തോന്നിവാസിയാണ്, തോന്നിയതിനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്നാൽ മുസ്ലിം ആണെങ്കിൽ അവന് ദീനിൽ ചില നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ടായിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. അവസാനത്തെ ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ. അൻസൽന, ഈ ആയത്തൊക്കെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ഈ പ്രയോഗങ്ങൾ. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ. وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ. ഓക്കെ, വലഖദ് അൻസൽന, വലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും, ഉറപ്പായിട്ടും എന്നുള്ള ആ ഒരു പ്രയോഗമാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് വാവ്, ലാമ്, ഖദ് അല്ലെ, ഇതൊക്കെ തമ്മിലുള്ള പിന്നെ ബന്ധങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അൻസൽന, നാം ഇറക്കി, നാം അവതരിപ്പിച്ചു, ഇലൈക്ക, താങ്കളിലേക്ക്, ആയാത്തിൻ ബയ്യിനാത്ത്, സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ, അല്ലെങ്കിൽ വ്യക്തമായ, ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, ആയാത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഇറക്കി. വമാ യക്ഫുറു ബിഹാ, അതിനെ കൊണ്ട് അവിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയില്ല, ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളല്ലാതെ, ധിക്കാരികളല്ലാതെ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ തെമ്മാടി അല്ലെങ്കിൽ ധിക്കാരികളല്ലാതെ മറ്റാരും അതിനെന്ത് ചെയ്യൂല, നിഷേധിക്കൂല. അപ്പോ ഈ ആയത്തുകളൊക്കെ കിട്ടിയിട്ട്
അതിനെ നിഷേധിക്കുന്നവൻ ഫാസിക്കാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് നൽകിയിട്ട് അതിനെ നിഷേധിക്കുക, ആ ആയത്തില്ല എന്ന് പറയലാണെങ്കിലും ആയത്ത് കണ്ടിട്ടും സ്വീകരിക്കാതിരിക്കലാണെങ്കിലും അതിനെ കുറച്ചു മാത്രം സ്വീകരിക്കുക ബാക്കി തള്ളിക്കളയലാണെങ്കിലും ഒക്കെ എന്താണ്, അവര് ഫാസിഖാണ് എന്ന നിലക്കാണ് മനസ്സിലാക്കണം. ഇവിടെ അൻസൽന എന്ന് പറയുമ്പോൾ നാം അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഇറക്കി എന്നുള്ളതാണ്. അള്ളാഹു ഇറക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉപരിയിലാണ് എന്ന ഒരു കാര്യം കൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് ക്ലിയർ ആണോ അല്ലേ? ഇനി അത് വിശദീകരിക്കേണ്ടതുണ്ടോ? ഇനി വിശദീകരിക്കണോ? വേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഏകദേശം ആവർത്തിച്ചു പറഞ്ഞ കുറേ പ്രയോഗങ്ങൾ തന്നെയാണ് അതിലുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ചില കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമായിരിക്കും അല്ലെ. തുടക്കത്തിൽ പഠിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അത് പിന്നെ തുടക്കത്തിലും ഉണ്ടാവില്ല, ഒടുക്കത്തിലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടാവല്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി ആ ഒരായത്തുകൾ ഒന്നുകൂടി ഒന്ന് ഓതി നോക്കാം. എല്ലാവരും കൂടെ ഓതാൻ നോക്കട്ടെ. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. അൽഹംദുലില്ലാ, നമ്മൾ 99 ആയത്തുകളും പഠിച്ചു കഴിഞ്ഞു, അല്ല മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളെല്ലാം കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.